രാവിലെ കിച്ചണിൽ വന്ന് ആദ്യം നോക്കുന്നത് എന്താ വെച്ചാൽ ദോശമാവ് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളതാട്ടോ. അപ്പോൾ ദോശമാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. എല്ലാ വീട്ടമ്മമാർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ തലേ ദിവസം ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചേക്കാണെങ്കിൽ രാവിലെ വന്നിട്ട് ആദ്യം അതാണ് തുറന്നു നോക്കുക. മാവ് ഇങ്ങനെ നമ്മളെ സോപ്പ് പത പോലെ പൊങ്ങി വന്ന് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്, ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. എനിക്കിന്ന് ജോലിക്ക് പോകേണ്ടതുണ്ട്. അപ്പം ഒരു 9-9:30 ആകുമ്പോഴത്തേന് എല്ലാ പണിയും തീർക്കണം. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരടുപ്പത്ത് ദോശയും ചുട്ടെടുക്കുക, അപ്പുറത്തെ അടുപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ദോശക്കല്ലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. ഞാനിന്ന് ബൺദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബൺദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കലുണ്ട്. ചിലപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുക്കും, തിരിച്ചിട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വെള്ള കളറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാതെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ചിലപ്പം ഇതേപോലെ ദോശമാവ് ഒഴിച്ചു കൊടുത്തു ഒന്ന് ചെറുതായി പരത്തി കൊടുത്തിട്ട് എണ്ണ തടവി കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കും. ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം. ഐഫക്കുട്ടിക്ക് മൊരിയാതെ വെള്ള കളറുള്ള ദോശ കേട്ടോ ഇഷ്ടം. അപ്പോൾ ഓൾക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ മൊരിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിനി. പിന്നെ അവൾക്ക് കോരി മാറ്റിയതിന് ശേഷം അതിക്ക് സവാള ഇട്ട് കൊടുത്തു ആ എണ്ണയിൽ തന്നെ. അതേപോലെ സവാളയൊക്കെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തു, മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ചോറും ഉണ്ടാക്കുന്നുണ്ട്. ചോറും ഞാൻ നെയ്ച്ചോറാട്ടോ ഉണ്ടാക്കുന്നത്. എന്തായാലും ചിക്കൻ കറിയാണല്ലോ, അപ്പോൾ നെയ്ച്ചോറ് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ നെയ്ച്ചോറൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ നമ്മളെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയമൊക്കെ ആയപ്പോത്തിന് അങ്ങനെ ദോശയൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിക്ക് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 9 മണിയാകുമ്പോഴത്തേന് പോകണം എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ റിച്ചുമോനെ മദ്രസ്ക്ക് പറഞ്ഞയക്കുന്നുണ്ട്, ഐഫക്കുട്ടിനെ മദ്രസ്ക്ക് പറഞ്ഞയക്കുന്നുണ്ട്, മഞ്ജുമോൾക്ക് സ്കൂൾക്ക് പോകാനായിട്ടുണ്ട്. ചിഞ്ചുമോൾക്ക് പിന്നെ ഇന്ന് ക്ലാസ് ഇല്ല, എക്സാം ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളൊരു ദിവസം എന്തൊക്കെ ജോലികൾ ചെയ്യേണ്ടില്ലേ. എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലികൾ എനിക്കറിയാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇടണം. അപ്പോൾ വീഡിയോസ് എടുത്താലല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് നടത്തുന്നുണ്ട്. അതേപോലെ നമ്മളെ പുറത്തത്തെ വർക്കും കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കാറ്ററിംഗ് കിട്ടിയാൽ അതും ചെയ്യുന്നുണ്ട്. നമ്മളെ വീട് നോക്കണം, മക്കളെ നോക്കണം. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സന്തോഷവതി ആവണം, എന്നാലുള്ളൂ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുക. അല്ലാതെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പം ഞാനെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ചെറിയ കുട്ടികൾ കമന്റ് ചെയ്യാറുണ്ട് എങ്ങനെ നിങ്ങളിതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ മഞ്ജുമോൾക്കുള്ള ചോറും പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കാൻ നിന്നാൽ ഞാൻ തന്നെയാണ് എൻ്റെ ക്യാമറമാനും കേട്ടോ. നമ്മൾ ആരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാലും ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കാൻ കഴിയൂല.